ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്നലെ പഠിച്ച വെലോസിറ്റി അപ്രോച്ചസിൻ്റെ കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ടർ ഈസ് ഫ്ലോയിങ് ഇൻ എ റെക്ടാങ്കുലർ ചാനൽ ഓഫ് 1 meter wide ആൻഡ് 0.75 meter ഡീപ്പ്. ഫൈൻഡ് ദ ഡിസ്ചാർജ് ഓഫ് എ over a rectangular weir of crust length 60 cm if the head of the water over the crust of the weir is 20 cm and water from the channel flows over the weir. Take CD equal to 0.62. Neglecting end contractions, take velocity of approach into consideration. നമുക്കെന്താണ് ഒരു റെക്റ്റാങ്കുലർ ചാനൽ ഉണ്ട്. അപ്പം നമുക്കെന്താണ് ഇപ്പം ഞാനിപ്പോൾ 3D ആയിട്ട് വരയ്ക്കുവാണ്. ഇപ്പോൾ കൺസിഡർ ചെയ്യാം, ഇതാണ് നമ്മുടെ വിയർ എന്നുള്ളത്. ഈ വിയറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നതാണ് ഈ വിഡ്ത്തിനെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് എത്ര 1 meter വൈഡാണെന്നുള്ളത്. 1 meter വൈഡാണെന്നുള്ളത്. പിന്നെ ഈ ഡെപ്തിനെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് 0.75 meter ഡെപ്താണെന്നും പറഞ്ഞേക്കുന്നത്. പിന്നെ അടുത്ത പറഞ്ഞേക്കുന്നത് നമുക്ക് ലെങ്ത്താണ്. ലെങ്ത് ഓഫ് ദ ക്രസ്റ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 60. ക്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഇവിടുത്തെ ഡയമെൻഷനാണ്. അതായത് ഇവിടം തൊട്ട് ഇത്രയിടം വരെയുള്ള ലെങ്ത് L ഈസ് ഈക്വൽ ടു 60 cm ആണെന്നും പറഞ്ഞേക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന വാട്ടറിൻ്റെ അവിടെ ഒരു ഹെൽത്ത്, അതായത് ഇപ്പം ഞാനിപ്പം ഒരു സൈഡ് വ്യൂ വരയ്ക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ വന്നേക്കുന്ന ചാനൽ, ഇതിൻ്റെ മുകളിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ഈ വാട്ടറിൻ്റെ ഈ എച്ചിനെയാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്, എച്ച് എന്ന് പറഞ്ഞേക്കുന്നതാണ് 20 cm എന്ന് പറഞ്ഞേക്കുന്നത്. ഇപ്പം ഞാൻ ഡയമെൻഷൻസൊക്കെ ഒന്നുകൂടെ എടുത്തെഴുതാം. വിഡ്ത്ത് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് ചാനൽ ഈക്വൽ ടു 1 meter. ഡെപ്ത്ത് ഓഫ് ചാനൽ എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു 0.75 meter. പിന്നെന്താണ് ലെങ്ത് ഓഫ് വിയർ എന്ന് പറയുന്നത് എത്രയായിരുന്നു 60 cm. ദാറ്റ്സ് ഈക്വൽ ടു 0.6 meter. പിന്നെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത് ഹൈറ്റ് ഓഫ് ദ ഹെഡ് ഓഫ് വിയർ, ഹെഡ് ഓഫ് വാട്ടർ പറയുമ്പോൾ എന്താണ് നമുക്കിവിടെ H1 എന്ന് പറഞ്ഞാണ് കൺസിഡർ ചെയ്യുന്നത്. H1 എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു 20 cm. ദാറ്റ്സ് ഈക്വൽ ടു 0.2 meter എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. നമുക്ക് എന്താ പറഞ്ഞെങ്കിൽ സി ഡിയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സി ഡിയുടെ വാല്യൂ എത്രയാണെന്ന് തന്നിരിക്കുന്നത് 0.62 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി വെലോസിറ്റി അപ്രോച്ച് വെച്ച് കൺസിഡർ ചെയ്യാം. നമ്മൾ വെലോസിറ്റി അപ്രോച്ച് വെച്ച് ഞാൻ പറഞ്ഞായിരുന്നു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. നമ്മൾ ആദ്യം എന്തായിരുന്നു ഒരു ക്യൂ കണ്ടുപിടിക്കും, പിന്നെ അതിൻ്റെ അകത്ത് ക്യൂ കണ്ടുപിടിക്കും, അതിൻ്റെ അകത്തും നമ്മൾ എന്തായിരിക്കും വി എയുടെ വാല്യൂ കണ്ടുപിടിക്കും, വി എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡീഷണൽ ഹെഡ് കണ്ടുപിടിക്കും, അതിൻ്റെ അകത്തുനിന്നായിരിക്കും പിന്നെ നമ്മൾ വെലോസിറ്റി അപ്രോച്ച് വഴിയുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. അപ്പോൾ എഴുതിക്കോളാം. ഡിസ്ചാർജ് ഓവർ എ rectangular weir without considering velocity approach. എന്തായിരിക്കും റെക്റ്റാങ്കുലർ വിയറിൻ്റെ ഇക്വേഷന് Q ഈസ് ഈക്വൽ ടു 2/3 CD L into root of 2G into H1 raised to 3/2. നമ്മൾ എന്തിനായിരുന്നു ഇവിടെ H1 എന്ന് കൊടുത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലായിട്ട് വെലോസിറ്റി അപ്രോച്ചും എല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് ടോട്ടൽ ഹെഡ് എത്ര നമുക്ക് അറിയത്തില്ല. ഇപ്പം നമുക്കിതൊന്നും കൺസിഡർ ചെയ്ത് വന്നിരിക്കുന്ന ഹെഡ് ആയതുകൊണ്ട് നമ്മളതിനെ H എന്ന് പറഞ്ഞത്. നിങ്ങൾക്കിപ്പോൾ H എന്ന് കൺഫ്യൂഷൻ ആണെങ്കിൽ H1 എന്ന് കൊടുക്കണ്ട, H എന്ന് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ മാറ്റുക, H എന്ന് തന്നെ മാത്രം കൊടുത്താൽ മതി. വാട്ടറിൻ്റെ ഹെഡ് H എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ അകത്ത് എല്ലാ വാല്യൂസും നമുക്കറിയാം. അപ്പോൾ എത്രയാണ് 2/3 ഇൻറ്റു സി ഡിയുടെ വാല്യൂ എത്രയാണ് 0.62 ഇൻറ്റു എല്ലിൻ്റെ വാല്യൂ 0.6 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു 9.81 ഇൻറ്റു എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയാണ് 0.2 ഓൾ റേസ് ടു 3/2 എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ എത്രയാണ് ആൻസർ കിട്ടിയേക്കുന്നതെന്ന് വെച്ചാൽ 0.0982 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് നമുക്ക് ആൻസർ കിട്ടി. നമുക്കപ്പോൾ എന്താണ് ഡിസ്ചാർജ് കിട്ടി. ഇനി വെലോസിറ്റി അപ്രോച്ച് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് വെലോസിറ്റി അപ്രോച്ച് വി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും Q ഡിവൈഡഡ് ബൈ ഏരിയ.
അവിടുത്തെ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, ഏരിയ ഓഫ് ദ ചാനലായിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് വെലോസിറ്റി വരുന്നത് 0.0982 ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ 1 × 0.75 എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ എത്ര ആയിരിക്കും കിട്ടുന്നത്, 0.1309 മീറ്റർ/സെക്കൻഡ് നമുക്ക് വെലോസിറ്റി കിട്ടും, വെലോസിറ്റി ഓഫ് അപ്രോച്ച് കിട്ടും. പിന്നെ വെലോസിറ്റി ഓഫ് അപ്രോച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും, അഡീഷണൽ ഹെഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. നെക്സ്റ്റ് അഡീഷണൽ ഹെഡ് HA = എന്താണ്, VA² ഡിവൈഡഡ് ബൈ 2G എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്താണ്, വിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയാണ്, 0.1309² ഡിവൈഡ് ബൈ 2 × 9.81. അപ്പോൾ എത്ര ആയിരിക്കും വരിക, 0.0008733 മീറ്റർ എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ചെറിയൊരു ഹെഡേ കാണത്തുള്ളൂ. അപ്പോൾ എന്തായിരിക്കും, ഇനി നമുക്ക് വെലോസിറ്റി അപ്രോച്ച് കൊണ്ട് കൺസിഡർ ചെയ്തിട്ടുള്ള നമുക്ക് എന്താണ്, ഡിസ്ചാർജ് നമുക്ക് കണ്ടുപിടിക്കണം. ഇനി എഴുതുക, ഡിസ്ചാർജ് ഓവർ എ റെക്റ്റാങ്കുലർ വിയർ considering velocity approach. എങ്ങനെയായിരിക്കും വരുന്നത്, Q = 2/3 CD × L × √2G × H plus HA whole raised to 3/2 minus HA raised to 3/2. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2/3 × സിഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.62 × 0.6 × √2 × 9.81 ഓൾ × H പ്ലസ് എന്ന് പറഞ്ഞാൽ എച്ചിൻ്റെ വാല്യൂ എത്രയായിരുന്നു, നമുക്ക് ഇനീഷ്യൽ 0.2 പ്ലസ് 0.0008733 ഓൾ റേസ്ഡ് ടു 3/2 മൈനസ് 0.0008733 ഓൾ റേസ്ഡ് ടു 3/2. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്ന ആൻസർ എന്ന് പറയുമ്പം 0.09881 m³/s എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടിയത്. ഞാൻ ഒന്നുകൂടെ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമുക്ക് ഡയമെൻഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം വെലോസിറ്റി അപ്രോച്ച് ഇല്ലാതെ നമ്മൾ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്താ, Q = 2/3 CD L × √2G × H⁻³ എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ച് നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ കിട്ടും. പിന്നെ നമ്മളെന്താണ്, കണ്ടിന്യൂറ്റി ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് വെലോസിറ്റി അപ്രോച്ചിൻ്റെ വാല്യൂ കണ്ടിട്ടുണ്ട്. VA = Q/A എന്ന് പറഞ്ഞുള്ളത് കണ്ടുപിടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് എന്താണ്, വിയുടെ വാല്യൂ കിട്ടുമ്പോഴേ നമ്മൾ അഡീഷണൽ ഹെഡ് എത്ര എന്നുള്ളത് കണ്ടുപിടിക്കണം. അഡീഷണൽ ഹെഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷന് VA² ഡിവൈഡ് ബൈ 2G എന്ന് പറയുന്നൊരു ഇക്വേഷൻ. ഇത് കിട്ടിക്കഴിയുമ്പോൾ ഇതും കൂടെ കിട്ടിക്കഴിയുമ്പോൾ നമ്മളെന്താണ്, വെലോസിറ്റി അപ്രോച്ച് കൊണ്ട് കൺസിഡർ ചെയ്തിട്ടുള്ള ക്യൂവിൻ്റെ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കെന്താണ് വാല്യൂ കിട്ടും. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഞാൻ 2-3 പ്രോബ്ലം കൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരാം, അതുകൂടെ നിങ്ങൾ ചെയ്യണം.